ഒട്ടേറെ പേരുടെ കരസ്പർശം കൊണ്ടും അധ്വാനം കൊണ്ടും ഉയർന്നു വന്നതാണ് അള്ളാഹുവിന്റെ തൗഫീഖാൽ ഈ മസ്ജിദ്. മസ്ജിദുകൾ സുജൂദുകൾ കൊണ്ട് അനുഗ്രഹീതമാകുവാനുള്ള പണിപ്പുരലായ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഈ പ്രൗഢഗംഭീരമായ സദസ്സിന് അനുഗ്രഹമായി മാറിയ ബഹുമാന്യനായ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി നിങ്ങളോട് സംസാരിക്കുകയാണ്. തങ്ങളവരുടെ ഈ നാടിനു വേണ്ടി സർവ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ ഖുദൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഈ മഹത്തായ കൈപ്രം ജുമാ മസ്ജിദ് മഗ്‌രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകി ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, വേദിയിൽ നിറസാന്നിധ്യങ്ങളായ പ്രിയപ്പെട്ട നബി ഉസ്താദ്, പ്രിയപ്പെട്ട അധ്യക്ഷർ ബഷീർ സഖാഫി, പ്രിയപ്പെട്ട അർത്ഥഗർഭമായ സ്വാഗതങ്ങൾ ആശംസിച്ച ഫൈസൽ, മറ്റ് ഷാഫി ഹാദി മഹൽ വ്യക്തിത്വങ്ങൾ. സുദീർഘമായൊരു പ്രഭാഷണം ആഗ്രഹിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് ഇവിടെ വരുമ്പോ എന്നെ ആകർഷിച്ചത് ജനറൽ സെക്രട്ടറി ഫൈസൽ സാഹിബിന്റെ കൈപ്പുറം ഒത്തൊരുമ പെരുമ എന്ന വാക്ക് എന്നെ വല്ലാതെ ആഗ്രഹിച്ചു. ഏതൊരു നാട്ടിലും ഐക്യം, ഒത്തൊരുമ, കൂട്ടായ്മ നിലനിർത്താൻ കഴിയുക എന്നത് വലിയ വിലയും നിലയും വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു പിതാവ് മരിക്കുന്ന സമയത്ത് മുമ്പായി തന്റെ 10 മക്കളെ വിളിച്ചു വരുത്തി 10 മക്കളുടെ കടിയിലും വടി കൊടുത്തു. 10 മക്കളും പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞു. 10 മക്കളും സെക്കൻഡുകളെ കൊണ്ട് പൊട്ടിച്ചു. വീണ്ടും അതേ പിതാവ്